ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം എക്സാം അടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രധാനമായിട്ട് സോഷ്യൽ സയൻസിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, എട്ടാമത്തെ ഹിസ്റ്ററി ഭാഗത്ത് വരുന്ന എട്ടാമത്തെ ചാപ്റ്ററാണ് ടുവാർഡ്സ് എ ജെൻഡർ ന്യൂട്രാലിറ്റി, അല്ലെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയാം ലിംഗ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ചെയ്തത് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്കറിയാം പല സ്കൂളിനകത്തും ഈ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. നമുക്ക് നോക്കാം മക്കളെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചോളൂ, ചോദ്യം ഇതാണ്: ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കളെ, ലിംഗപദവിയും ലിംഗഭേദവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എക്സാമിനകത്ത് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് നോക്കണം എന്താണ് ഈ പറയുന്ന സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ലിംഗപദവിയും ലിംഗഭേദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഭാഗത്ത് ഒരു കോളത്തിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ പറഞ്ഞ സെക്സ് കാണാം, അതുപോലെ തന്നെ ഇപ്പുറത്ത് എന്ത് ചെയ്യാം, ജെൻഡർ അല്ലെങ്കിൽ ലിംഗപദവി കാണാം. അപ്പോൾ നമുക്കറിയാം സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അത് ബയോളജിക്കൽ ഫീച്ചേഴ്സ് ആണ് അല്ലേ, ഒരു മനുഷ്യൻ്റെ ബയോളജിക്കൽ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ഇത് സെക്സ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റെഫേഴ്സ് സോഷ്യൽ കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് അല്ലേ, ഒരു വ്യക്തിയുടെ സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെയാണ് ഏത് സൂചിപ്പിക്കുന്നത്, പ്രധാനമായിട്ടും ജെൻഡർ അല്ലെങ്കിൽ ലിംഗപദവി കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി അടുത്ത നോക്ക്, സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇതുപോലെ തന്നെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്, ആരോപിത പദവിയാണ്, ഒരു ഇതുപോലെ തന്നെ ആരോപിത പദവിയാണ്. എന്നാൽ ഈ പറയുന്ന ജെൻഡർ എന്ന് പറഞ്ഞാലോ അത് ആർജിത പദവിയാണ്, അല്ലെങ്കിൽ അത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്, നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് ഇത് ജെൻഡർ എന്ന് പറയുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾക്കറിയാം, സെക്സ് എന്ന് പറഞ്ഞാൽ സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ബർത്ത് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജനനത്തെയോ ശരീരത്തെയോ ആണ് എന്ത് ചെയ്യുന്നത്, ജെൻഡർ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്, സെക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ജെൻഡർ അല്ലെങ്കിൽ ലിംഗപദവി എന്ന് പറഞ്ഞാൽ സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ്. ഒരു വ്യക്തി ഇതുപോലെ സാമൂഹിക ഇടപെടലിനെയും അതുപോലെ തന്നെ സാമൂഹിക വഴക്കങ്ങളെയുമാണ് ആശ്രയിച്ചിട്ടാണ് എന്തുള്ളത്, ജെൻഡർ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ സെക്സും ജെൻഡറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിംഗഭേദവും ലിംഗപദവിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെച്ചോളം, എക്സാമിനകത്ത് നിർബന്ധമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മക്കളെ. ഇനി അങ്ങനെയെങ്കിൽ മക്കളെ നോക്കാം, ഇനി അടുത്ത ഭാഗത്ത് നിന്ന് വരുന്ന അടുത്ത ചോദ്യം എന്താണ് മക്കളെ നോക്കണം. ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രധാനമായിട്ടും നമുക്ക് ഈ വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പബ്ലിക് ലൈവിനകത്തൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് വൺ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം മക്കളെ. ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ മോർ ലോസ് ആൻഡ് നോംസ് ആൻഡ് ഇൻക്ലൂഡ് ദം ഇൻ ദ ടേബിൾ. മക്കളെ ശ്രദ്ധിക്കണം, പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ പറയുന്ന കൂടുതൽ നിയമങ്ങളും വഴക്കങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ്. അപ്പോൾ നമുക്കറിയുന്നതാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്, ഇന്ത്യക്കകത്ത് ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ നോംസുകളുണ്ട്, പ്രധാനപ്പെട്ട സാമൂഹിക വഴക്കങ്ങളുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് കൂടുതലായിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ വഴക്കങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചിട്ടുള്ളത്. മക്കളെ അതിനകത്ത് ഒന്നാമത്തെ നമുക്ക് നോക്കാം, ലോസ് അല്ലേ, നമ്മുടെ നാട്ടിനകത്തുള്ള നമ്മുടെ രാജ്യത്തിനകത്തുള്ള നിയമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾസുകൾ പറയുന്നുണ്ട്. ഡു നോട്ട് ഫിസിക്കൽ ഹരാസ് എനിവൺ അല്ലേ. അപ്പോൾ അവിടെ ഒന്നാമത് പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഒരു വ്യക്തിയെയും ശാരീരികമായി ഉപദ്രവിക്കരുത് പറയുന്നുണ്ട്. കാരണം അത് നിയമമാണ്. ഒരു വ്യക്തിയെ നിങ്ങൾ ശാരീരികമായിട്ട് നിങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യും, കേസ് വരും. കാരണം അത് നിയമപരമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു വ്യക്തിക്കെതിരെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലേ, അത് നമുക്കറിയാം. ഇനി നെക്സ്റ്റ് വൺ മക്കൾ ശ്രദ്ധിച്ചോളൂ, അടുത്തത് നിങ്ങൾ നോക്കാം, പ്രധാനമായിട്ടും നിയമത്തിൽ വരുന്നതാണ് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണം. അത് നിയമമാണ് അല്ലേ, നിയമമാണ്. ഹെൽമറ്റ് ധരിക്കാത്ത ആൾക്കാർക്കെതിരെ എന്ത് ചെയ്യും, അത് ഫൈന് വരും അല്ലേ, അത് നിയമമാണ്, നിയമം നമ്മൾ പാലിക്കണം. അപ്പോൾ നിങ്ങൾ നോക്ക്, 2 വീലേഴ്സ് റൈഡേഴ്സ് ഷുഡ് വെയർ ഹെൽമെറ്റ്സ്, അത് നമുക്കറിയാം, അത് നിയമമാണ്. ഇനി അടുത്ത് നോക്കണം, ലോസ് ആണ്. ലോസ് എന്ന് പറയാൻ നോക്ക്, എവരി ഇൻഡിവിജ്വൽ ഹാസ് റൈറ്റ് ടു ലെജിറ്റിമേറ്റ് ഇലക്ഷൻസ്. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രധാനമായിട്ട് പറയുന്നുണ്ട് നിയമാനുസൃതമായ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. അതായത് നിയമപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, ഇലക്ഷൻ ൊക്കെ തന്നെ മത്സരിക്കാനും അതിൽ നിൽക്കാനും ഒക്കെ ഉള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ഉണ്ട്. അതെന്താണ്, പ്രധാനമായിട്ടും രാജ്യത്തിനകത്തുള്ള നിയമമാണത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് നോക്ക്, സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും കുറ്റകരമാണ്. സ്ത്രീധനം വാങ്ങുന്നതും അതുപോലെ തന്നെ നൽകുന്നതും എന്താണ്, കുറ്റകരമാണ്. അപ്പോൾ നോക്ക്, ഗിവിംഗ് ആൻഡ് ആക്സെപ്റ്റിംഗ് ഡൗറി ഈസ് ക്രൈം എന്നുള്ളത് ഓർത്ത് വെച്ചൂടാ. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാം തന്നെ ഇതൊക്കെ നിയമമാണ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ നിയമങ്ങളാണ്, ഒരു രാജ്യത്തിനകത്ത് നിൽക്കുന്ന ലോസ് അല്ലെങ്കിൽ നിയമങ്ങളാണ്. എന്നാൽ നമുക്കിനി പറയാനുള്ളത് സോഷ്യൽ നോംസിനെ കുറിച്ചാണ്, പ്രധാനമായിട്ടും സോഷ്യൽ നോംസിനെ കുറിച്ച്. അതായത് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല, എന്നാൽ നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, പിന്തുടർന്നു പോരുന്ന കുറച്ച് പ്രധാനപ്പെട്ട സോഷ്യൽ നോംസുകൾ അല്ലെങ്കിൽ സാമൂഹിക വഴക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ മക്കളെ ശ്രദ്ധിക്കുക, ഒന്ന് നോക്ക്,
ഡു നോട്ട് വേസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ അല്ലേ, ഡു നോട്ട് വേസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ നമ്മളോടൊക്കെ പറയാറുണ്ട് മക്കളെ, കുടിവെള്ളം പാഴാക്കരുത് അല്ലേ, കുടിവെള്ളം പാഴാക്കരുത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, കുടിവെള്ളം പാഴാക്കരുത് എന്ന് പറയുന്ന സമയത്ത് നിലവിൽ നമുക്ക് അങ്ങനത്തെ നിയമമൊന്നുമില്ല. കുടിവെള്ളം പാഴാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, വലിയ തരത്തിലേക്ക് ശിക്ഷയും സാധനങ്ങളും ഇല്ല. മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പുഴയിലോ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ജലസ്രോതസ്സുകളിലോ നിങ്ങൾ അത് മലിനപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെതിരെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ നിയമ നടപടികൾ നിങ്ങൾക്കെതിരെ വരും. മറിച്ച് നമുക്കിപ്പോൾ ഒരു ദിവസം കുളിക്കാൻ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്നു, അതിനേക്കാൾ നമ്മൾ ചിലപ്പോൾ എന്നും ഒരു ബക്കറ്റ് ആണെങ്കിൽ അതിനേക്കാൾ രണ്ടോ മൂന്നോ ബക്കറ്റ് അധികം നമ്മൾ എടുക്കുന്നു അല്ലേ, അതായത് നമ്മുടെ ആവശ്യത്തിലേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് നിയമപരമായിട്ടൊന്നും നടപടിയൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ, നിങ്ങളുടെ വീട്ടിനകത്ത് ഇപ്പോൾ ഇതുപോലെ തന്നെ കിണറുണ്ട്, ആ കിണറിനകത്തുള്ള വെള്ളം നിങ്ങൾ ഇതുപോലെ തന്നെ എന്താണ് കംപ്ലീറ്റ് കുടിവെള്ളം നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറമ്പ് മുഴുവൻ ഇതുപോലെ തന്നെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ നനയ്ക്കുകയോ അങ്ങനെ എന്തോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ അനുസരിച്ച് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിയമപരമായിട്ട് അങ്ങനെ നടപടി കാര്യങ്ങൾ അതിൽ കൊണ്ടുവരില്ല. മറിച്ച് മക്കളെ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയുന്നത് വെച്ചാൽ, നമുക്കറിയാം ലോകത്തിനകത്ത് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ആകെ കുറച്ചേ കുടിവെള്ളം ഉള്ളൂ അല്ലേ. കുടിവെള്ളം കിട്ടാത്ത ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ലോകത്തിനകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ കുടിവെള്ളം എന്ത് ചെയ്യരുത്, പാഴാക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതൊരു നിയമമല്ല, അത് ശരിക്കും ഒരു സാമൂഹിക വഴക്കമാണെന്ന് മക്കൾ മനസ്സിലായോ. പരമ്പരാഗതമായിട്ടേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സാധനമാണ് ഇത്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കൂ മക്കളെ, മുതിർന്നവരെ ബഹുമാനിക്കുക, മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കണം. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം, റെസ്പെക്ട് ദ എൽഡർലി സിറ്റിസൺസ്. അപ്പോൾ നമുക്ക് നോക്കാം, മുതിർന്ന പൗരന്മാരെ നിങ്ങൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിയമ നടപടികളൊന്നുമില്ല. പക്ഷേ അവരെ നിങ്ങൾ ഇതേപോലെ തന്നെ ശാരീരികമായിട്ടൊക്കെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അവരെന്നല്ല വേറെ ആരെ ചെയ്ത് കഴിഞ്ഞാലും എന്താണ് ശിക്ഷ കിട്ടും. മറിച്ച് ഒരു മുതിർന്ന ഒരാളുണ്ടെങ്കിൽ ആ മുതിർന്ന ആളെ, ഇപ്പോൾ ഒരു ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുന്നത് സാധാ ഒരു നോർമൽ ആയിട്ടുള്ള സീറ്റിലാണ്, അതായത് മുതിർന്ന പൗരന്മാർ അവർക്ക് റിസർവ് ചെയ്ത സീറ്റിലൊന്നുമല്ല, സാധാ ഒരു നോർമൽ സീറ്റിലാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു പ്രായമായ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന സമയത്ത് നിങ്ങൾക്ക് ബസ്സിൽ നിന്ന് നിങ്ങൾ എണീക്കുന്നില്ല. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, എണീക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നിയമ നടപടി ഇല്ല. പക്ഷേ അത് സാമൂഹിക വഴക്കാണ്. ഒരു മുതിർന്ന ആളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് എണീച്ചു കൊടുക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ അങ്ങനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പറയുന്നത് ഒരു സാമൂഹിക വഴക്കമാണ്. അപ്പോൾ ആ വ്യത്യാസം മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇത്തരത്തിലേക്ക് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ ബഹുമാനിക്കണം. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഭാവിയിൽ നമുക്കൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടുക. സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കൂ മക്കളെ, ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി വൺ ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. അടുത്ത പ്രധാനമായിട്ട് അവർ പറഞ്ഞത്, ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്. അതായത് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ, ഇപ്പോൾ ഓരോ ആളുകളുടെയും ശരീരം എന്ന് പറയുന്നത്, ശരീരഘടന പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാർക്കും ചിലപ്പോൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല നിറങ്ങളുള്ള ആൾക്കാരുണ്ടാവും, ചില ഹൈറ്റ് ചിലപ്പോൾ കൂടുതലും കുറവുള്ള ആൾക്കാരുണ്ടാവും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒരാളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറ്റി നിർത്താൻ പാടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മതി, നിങ്ങളുടെ സ്കൂളിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ചില ആളുകളൊക്കെ എന്ത് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു കുറ്റോ കുറവോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും ഒരു കൂട്ടത്തിൽ കൂട്ടാതെ അവരെ ചിലപ്പം മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടേക്കാം. ചില ആളുകൾ, എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല, എല്ലാവരും മാക്സിമം എല്ലാവരെയും കൂട്ടിപ്പിടിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യാം, അങ്ങനെ കണ്ടേക്കാം. അപ്പോൾ അത് ചെയ്യുന്നത് ശരിക്കും തെറ്റാണ്. അപ്പോൾ നിങ്ങൾ കണ്ടത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപേ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതൊരു സോഷ്യൽ നോംസ് ആണ് കേട്ടോ, സോഷ്യൽ നോംസ് ആണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത്തരത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ സൊസൈറ്റിക്കകത്തുള്ള ലോസും അതുപോലെ സോഷ്യൽ നോംസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിയമങ്ങളും അതുപോലെ തന്നെ വഴക്കങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, അത് നിർബന്ധമായിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇത് നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റിക്കകത്ത് പരമ്പരാഗതമായിട്ട് എവിടെയും എഴുതി വെക്കാത്ത നമ്മളെ ഇതിങ്ങനെ പാലിച്ച് പോരുന്ന വഴക്കങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത് നിർബന്ധമില്ല, പക്ഷേ നമ്മൾ ഇതിനകത്ത് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയാണ് മക്കളെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരും ദിവസങ്ങളിൽ വരാനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലൈവും കാര്യങ്ങളായിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യും, ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മക്കളെല്ലാ ആൾക്കാരും നിർബന്ധമായിട്ടും ഇതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. അത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം,
അതിനകത്ത് ഉൾപ്പെടുത്തണം. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു മക്കളെ. സോ താങ്ക് യു എവരിവൺ, താങ്ക് യു, ബൈ.